അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശ്വാസികളെ, മയ്യിത്ത് സംസ്കരണത്തിൻ്റെ നിയമാവലികളാണ് നിങ്ങൾ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മയ്യിത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമസ്കാരത്തിനും മറവ് ചെയ്യാനും കൊണ്ടുപോകുമ്പോൾ ആ അന്ത്യയാത്രയിൽ പാലിക്കേണ്ട മര്യാദകളായിരുന്നു കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടത്, ഇവിടെ പറഞ്ഞത്. വളരെ അച്ചടക്കം പഠിപ്പിക്കുന്നുണ്ട്. അവകളിൽ പലതും നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നാം പ്രായോഗികമാക്കാത്ത ഒരു ചുറ്റുപാടാണ് ഇന്ന് നാടുകളിലൊക്കെ പരക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാസ കൊണ്ടുപോകുന്നത് വിശ്വാസികൾ കണ്ടാൽ ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്റുണ്ട്. കൊണ്ടുപോകുന്നവർ ചൊല്ലേണ്ട ദിക്റിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ജനാസ കൊണ്ടുപോകുമ്പോൾ ആ രംഗം കാണുന്ന സത്യവിശ്വാസികൾ ഒരു ദിക്റ് ചൊല്ലൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വാരിദായ ഹദീസിൽ വന്ന ഒരു ദിക്റാണ്. عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم من رأى جنازة ഒരാൾ ജനാസ കണ്ടു കഴിഞ്ഞാൽ ഫഖാല അപ്പോൾ അവൻ പറഞ്ഞു, എന്ത്? അല്ലാഹു അക്ബർ സദഖല്ലാഹു വറസൂലുഹു ഹാദാ മാ വഅദല്ലാഹു വറസൂലുഹു അല്ലാഹുമ്മ സിദ്നാ ഈമാനൻ വതസ്ലീമാ. മൻ റആ ജനാസതൻ ഫഖാല, സത്യവിശ്വാസികൾ ജനാസ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ പറയുകയാണെങ്കിൽ എന്ത്? അല്ലാഹു അക്ബർ, അല്ലാഹു തന്നെയാണ് വലിയവൻ. സദഖല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ തിരുദൂതരും സത്യം പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. നേരത്തെ അല്ലാഹുവും റസൂലും പറഞ്ഞു തന്നതാണ്. സദഖല്ലാഹു വറസൂലു ഹാദാ മാ വഅദല്ലാഹു വറസൂലുഹു. ഇക്കാര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് തന്നിരിക്കുന്നു അല്ലാഹുവും അല്ലാഹുവിന്റെ തിരുദൂതരും. ഹാദാ മാ വഅദല്ലാഹു വറസൂലുഹു, അല്ലാഹുവും പ്രവാചകരും നേരത്തെ മുന്നറിയിപ്പ് തന്ന, കരാറ് പറഞ്ഞ കാര്യമാണ് ഈ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ സിദ്നാ ഈമാനൻ വതസ്ലീമാ. അതുകൊണ്ട് പടച്ചവനെ, ഞങ്ങൾക്ക് വിശ്വാസവും അനുസരണയും അധികരിപ്പിച്ച് തരണമേ. വിശ്വാസവും അനുസരണയും ഞങ്ങളിൽ നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. ഇതൊക്കെ പടച്ചോ നേരത്തെ പറഞ്ഞ സംഗതിയാണ് ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരാൾ പറഞ്ഞാൽ കുത്തിബലഹു ഇശ്റൂന ഹസനാ. ഉള്ളു തട്ടി മനസ്സറിഞ്ഞുകൊണ്ടൊരാൾ ഇത് പറഞ്ഞാൽ കുത്തിബലഹു ഇശ്റൂന ഹസന, 20 നന്മകൾ ഈ മനുഷ്യന്റെ നന്മകളിലേക്ക്, നന്മകളുടെ രേഖകളിലേക്ക് അല്ലാഹു എഴുതി വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് പറഞ്ഞാൽ 20 കൂലി ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏത് ദിക്റാണിത്? അല്ലാഹു അക്ബർ സദഖല്ലാഹു വറസൂലുഹു ഹാദാ മാ വഅദല്ലാഹു വറസൂലുഹു അല്ലാഹുമ്മ സിദ്നാ ഈമാനൻ വതസ്ലീമാ. മുഗ്നി അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹദീസിന്റെ പിൻബലത്തോടെ മഹത്തുക്കളായ ഫുഖഹാ ഈ ദിക്ർ രേഖപ്പെടുത്തിയതായിട്ട് കാണാവുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാകുന്നു. വല്ലാത്ത ഒരു രംഗമാണത്. അന്ത്യയാത്ര അവസാനമായി കൊണ്ടുപോകുമ്പോ വേണ്ടപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ മയ്യിത്തിനെ ചുമലിൽ വഹിച്ച് കൊണ്ടുപോകുന്ന ആ യാത്ര നല്ലവരാണെങ്കിൽ ആനന്ദത്തോടെ, പരമാനന്ദത്തോടെ, ആഹ്ലാദത്തോടെ അവർ വിളിച്ചു പറയുന്നതും, മോശപ്പെട്ട ആളുകളാണെങ്കിൽ ക്ലേശത്തോടെ, ദുഃഖത്തോടെ, പ്രയാസത്തോടെ അവർ രോധനം മുഴക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നു. ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം. ഇദാ വുളിഅത്തിൽ ജനാസതു ഇദാ വുളിഅത്തിൽ ജിനാസതു ഫഹ്തമലഹ الرجال على أعناقهم
فإن كانت صالحة قالت قدموني وإن كانت غير صالحة قالت لأهلها يا ويلها أين تذهبون بها يسمع صوتها كل شيء إلا الإنسان ولو سمعها الإنسان لصعقا رواه البخاري. ആ യാത്രയുടെ അവസ്ഥ വിവരിച്ചു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇദാ വുദിഅത്തിൽ ജിനാസത്തു, മയ്യിത്ത് കട്ടിലിൽ വെച്ചാൽ അതിന്റെ പേരാണ് ജിനാസ. ജനാസ ആ ബോഡിക്ക് ബഹുമാനത്തോടെ പറയുന്നു. അത് കട്ടിലിൽ വെച്ചാൽ അന്നഅശുല്ലദി ഫീഹിൽ മയ്യിത്തു, അതാണ് ജിനാസ. ഇദാ വുദിഅത്തിൽ ജിനാസ, മയ്യിത്ത് കട്ടിലിൽ മയ്യിത്തിനെ വെച്ചിട്ട് ഫഹ്തമലഹർ റിജാലു അലാ അഅനാഖിഹിം, വേണ്ടപ്പെട്ട അവരുടെ കുടുംബം ആ മയ്യിത്തിന്റെ ആളുകൾ ചുമലിൽ വഹിച്ചു കഴിഞ്ഞാൽ ഫഇൻ കാനത്ത് സാലിഹതൻ, ആ കട്ടിലിനകത്തുള്ള മയ്യിത്ത് സാലിഹായ മയ്യിത്താണെങ്കിൽ, നല്ല ആളുടെ മയ്യിത്താണെങ്കിൽ, കാലത്ത് അത് വിളിച്ചു പറയുന്നു ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വളരെ പെട്ടെന്ന് കൊണ്ടുപോകണം. എനിക്കവിടെ അള്ളാഹു ഒരുക്കിയത് എന്താണെന്ന് എനിക്ക് ജീവിതകാലത്ത് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹു വറൈഹാനു വജന്നത്തു നഈം. ഏദൻ തോട്ടം, പരമാനന്ദം, സുഖസൗഖ്യങ്ങളുടെ സൗകര്യങ്ങളാണ് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ ആരാമങ്ങളിലേക്ക്, ആ സുഖങ്ങളിലേക്ക്, ആസ്വാദനങ്ങളിലേക്ക് ഖദ്ദിമൂനി, വളരെ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ആ മയ്യിത്ത് പറയുന്നുണ്ട്. വഇൻ കാനത്ത് ഗൈറ സാലിഹത്തിൻ, മോശപ്പെട്ട ആളാണെങ്കിലോ കാലത്ത് അതിന്റെ രോധനം, കാലത്ത് ലിഅഹ്ലിഹാ, അതിനെ ചുമന്നു കൊണ്ടുപോകുന്ന ആളുകളോട് അത് വിലപിച്ച് പറയുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്. ഐന തദ്ഹബൂന ബിഹാ യാ വൈലഹാ, എന്റെ നാശമേ, നഷ്ടമേ, എങ്ങോട്ടാ നിങ്ങൾ ഇതും കൊണ്ടുപോകുന്നത്? യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാന, ഈ അട്ടഹാസം ഭൂലോകത്തെ എല്ലാ വസ്തുക്കളും കേൾക്കുന്നുണ്ട്. ജീവജാലങ്ങൾ എന്നല്ല പറഞ്ഞത്, കുല്ലു ശൈഇൻ, എല്ലാ വസ്തുക്കളും കേൾക്കുന്നുണ്ട്. ഇല്ലൽ ഇൻസാന, മനുഷ്യൻ അതിനുള്ള കഴിവ് അല്ലാഹു കൊടുത്തില്ല. വലൗ സമിഅഹൽ ഇൻസാനു ലസഇഖ, മനുഷ്യനെങ്ങാനും ആ അട്ടഹാസം കേൾക്കുകയാണെങ്കിൽ ബോധരഹിതനായി അവൻ വീണു പോകുമായിരുന്നേനെ. അതുകൊണ്ട് അവൻ അത് കേൾക്കുന്നില്ല. പരീക്ഷണങ്ങളുടെ ലോകമാണല്ലോ. ഇവിടെ തെമ്മാടിത്തരം ചെയ്താലും തിന്മ ചെയ്താലും അതിനും സ്വാതന്ത്ര്യം വേണം. അപ്പോഴാ ഇത് പരീക്ഷണമാകുള്ളൂ. മോശപ്പെട്ട പ്രവൃത്തി ചെയ്തവൻ അപ്പോ അടി കൊടുത്താൽ പരീക്ഷണാളാവില്ലല്ലോ, ഇത് പരീക്ഷണമാവില്ലല്ലോ. അപ്പൊ അത് ഈ മനുഷ്യന്റെ കാതുകൾക്ക് അല്ലാഹു അടച്ചു. ഈ കാതുകളിലൂടെ കേൾക്കാനുള്ള കഴിവ് അല്ലാഹു മനുഷ്യന് നൽകിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വല്ലാത്ത അവസ്ഥ. സ്വാലിഹീങ്ങളായ ആളുകളുടെ ജനാസയിൽ അനുഗമിക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹീതരായ മാലാഖമാരുടെ സാന്നിധ്യമുണ്ടാകുമെന്ന ഹദീസ് കഴിഞ്ഞയാഴ്ച കേട്ടില്ലേ? ചില ജനാസകൾ തീരെ വെയിറ്റുണ്ടാവില്ല, ഭാരമുണ്ടാവുകയില്ല. ഹദീസിൽ അതിന് കാരണം പറയുന്നുണ്ട്, മലായിക്കത്തിന്റെ സാന്നിധ്യമാണ്. ഹദീസിൽ കാണാ ഇമാം അബൂ ദാവൂദ്, ഇബ്നു മാജ, തുർമുദി, നസായി അടക്കം മുസ്ലിമിന്റെ ചില ഭാഗങ്ങളിലൊക്കെ കാണാ ശുഹദാക്കളുടെ മയ്യിത്ത്, ശുഹദാക്കളുടെ ശരീരം, ഭൗതിക ശരീരം ചുമന്നുകൊണ്ടുപോയപ്പോൾ സഹാബത്തിന് ഭാരം അനുഭവപ്പെട്ടില്ല. അതിന്റെ കാരണം നബി തങ്ങൾ പറഞ്ഞു, അത് മലക്കുകളുടെ സാന്നിധ്യത്തിന്റെ തെളിവാണ്. മലക്കുകൾ ഒപ്പം കൂടുന്നു, അവർ വഹിക്കാൻ സഹകരിക്കുന്നു, അതാണ് അതിന്റെ കാരണം. ഈ ചാൻസ് നമുക്കും കിട്ടും പ്രിയപ്പെട്ടവരെ. വലിയ ജ്ഞാനിയാകണമെന്നും എന്നില്ല, ഒരുപാട് ആരാധനകളും അമലുകളും ഉണ്ടാകണമെന്നില്ല. നമുക്കും സാധാരണക്കാർക്കും ഈ ചാൻസ് കിട്ടും. ചെറിയൊരു നിബന്ധന. എന്താ നിബന്ധന? ശിർക്ക് കലരാത്ത വിശ്വാസത്തിന്റെ ഉടമകളായാൽ മതി. സാധാരണക്കാർ നിഷ്കളങ്ക വിശ്വാസത്തിന്റെ വക്താക്കളാണെങ്കിൽ, കലർപ്പ് ശിർക്കിന്റെ കലർപ്പില്ലാത്ത വിശ്വാസികളാണെങ്കിൽ, വലിയ ജ്ഞാനമൊന്നുമില്ലെങ്കിലും ധാരാളം അമലുകളൊന്നുമില്ലെങ്കിലും അത്തരത്തിലുള്ള സാധാരണക്കാരുടെ ജനാസ അനുഗമിക്കാനും മലക്കുകൾ വരുമെന്ന പാഠമാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. സഹാബത്തിന്റെ കൂട്ടത്തിലെ
ഉന്നതനല്ലാത്ത പ്രസിദ്ധനല്ലാത്ത സാധാരണക്കാരനായിരുന്നു മുആവിയത്ത് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു. ഒരു സഹാബിയ. നമ്മളാ പേരിപ്പ മുആവിയത്ത് ഇബ്നു യസീദ്, ആ അവസാനം വന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമൊക്കെ അതൊക്കെ നമുക്കറിയാം. ഖലീഫമാരുടെ കൂട്ടത്തിലെ മുആവിയ അല്ലെ, യസീദിന്റെ പിതാവ്. ആ മുആവിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മുആവിയത്ത് ഇബ്നു മുആവിയ നമ്മൾ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഈ സ്വഹാബി വഫാത്തായപ്പോ 70,000 മലക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് മുആവിയയുടെ ജനാസ അനുഗമിക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. എന്താ ഇത് സംഭവം? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സംശയം ഉന്നയിച്ചു നബി തങ്ങൾ. ഇതൊരു പ്രമുഖ സ്വഹാബിയൊന്നും അല്ലല്ലോ, വെറും ഒരു സാധാരണക്കാരനായ എന്റെ അനുചരൻ, എന്റെ ശിഷ്യൻ. എന്തുകൊണ്ടാണ് ജിബ്രീലെ ഇത്രയും വലിയ പട്ടാളത്തെ അള്ളാഹു ഭൂലോകത്ത് ഈ മനുഷ്യന്റെ ശവസംസ്കാര ചടങ്ങിൽ, മയ്യിത്ത് പരിപാലന ചടങ്ങിൽ അള്ളാഹു എന്തുകൊണ്ട് ഇത്രയും ധാരാളം മലക്കുകളെ ഇറക്കി? അത്ര പ്രസിദ്ധനല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം ചോദിച്ചു, സംശയം ഉന്നയിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്. ഫഖാല ജിബ്രീലു അലൈഹിസ്സലാം, ഈ ചോദ്യത്തിന് മറുപടിയായി ആ മലക്ക് പറഞ്ഞത് എന്താ? കാന ലാ യഖൂമു വലാ യഖുദു വലാ യദ്ഹബു വലാ യജീഉ വലാ യർകബു വലാ യൻസിലു ഇല്ലാ വഹുവ യഖറഉ സൂറത്തുൽ ഇഖ്ലാസ്. ഇദ്ദേഹത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്. വലിയ പ്രസിദ്ധനൊന്നുമല്ല, അങ്ങയുടെ കൂട്ടത്തിലെ മറ്റു സഹാബികളെ പോലെ ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ വന്ന ആളൊന്നുമല്ല, വലിയ വലിയ കർമ്മങ്ങൾ കൊണ്ട് ഫേമസ് ആയ ആളൊന്നുമല്ല. എങ്കിലും ഒരു ക്വാളിറ്റി, കാന ലാ യഖൂമു വലാ യഖുദു വലാ യദ്ഹബു വലാ യജീഉ വലാ യർകബു വലാ യൻസിലു. അദ്ദേഹം ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ, ഇരിക്കുകയാണെങ്കിൽ, എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ, തിരിച്ചു വരികയാണെങ്കിൽ, യാത്ര പോവുകയാണെങ്കിൽ, യാത്ര അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒക്കെ തന്നെ ഇല്ലാ വഹുവ യഖറഉ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിന്റെ ആളായിരുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് തുടങ്ങുന്ന നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആ ചെറിയ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് സദാ പതിവാക്കുന്ന, അതിലൂടെ ജീവിച്ച, അത് പതിവാക്കിയൊന്നും കാര്യമില്ല. നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും ധാരാളം ചൊല്ലുന്നവരാണ്, ഓതുന്നവരാണ്, പോരാ, അതിലൂടെ ജീവിക്കണം, അത് പ്രായോഗികമാക്കണം. ആ തിയറി പ്രാക്ടിക്കലായി ജീവിച്ച സ്വഹാബിയാണ് സൂറത്തുൽ ഇഖ്ലാസിലൂടെ ജീവിച്ച കറകളഞ്ഞ തൗഹീദിന്റെ വക്താവായിരുന്നു മുആവിയ. അതുകൊണ്ടാണ് ഇത്ര വലിയ മലായിക്കത്തിന്റെ സംഘത്തെ അല്ലാഹു അദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കാൻ ഇറക്കിയതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല വിശ്വാസികളായി ജീവിക്കാം, എന്നാൽ അതിനുള്ള അവസരം നമുക്ക് കിട്ടും. അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നെ പറയാനുള്ളത്, ഇത് കൊണ്ടുപോകുമ്പോഴുള്ള മര്യാദകളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുമ്പോൾ കൂടെ പോകുന്നവരെന്തു ചെയ്യണം, എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിൽ പല രീതികളും കാണുന്നുണ്ട്. എന്താണ് ദീനീ നിയമം? ജനാസ കൊണ്ടുപോകുമ്പോൾ അനുഗമിക്കുന്ന വിശ്വാസികളുടെ ഡ്യൂട്ടി എന്താണ്? ആ സമയത്ത് അനാവശ്യ സംസാരങ്ങൾ, ദുന്യവിയായ സംസാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒതുക്കത്തോടെ, അച്ചടക്കത്തോടെ അള്ളാഹുവിനെ കുറിച്ചും മരണത്തെക്കുറിച്ചും പാരത്രിക ലോകത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് മിണ്ടാതെ അനുഗമിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. മയ്യിത്ത് കൊണ്ടുപോകുമ്പോ പടച്ചോനെ ആലോചിക്കുക, നമ്മുടെ വീഴ്ചകൾ ആലോചിക്കുക, മരിച്ചു പോണല്ലോ എനിക്കും, ആഖിറത്തിന്റെ അവസ്ഥകളൊക്കെ ആലോചിച്ച് മിണ്ടാതെ പോകുന്ന രീതിയാണ് സലഫു സ്വാലിഹുകളുടെ രീതി. മിണ്ടാതെ എങ്ങനെ പോവാ? ഇനി ഇതിന് പ്രയാസം, ഇങ്ങനെ മിണ്ടാതെ പോകുമ്പോ ശ്രദ്ധ തെറ്റുകയാണെങ്കിൽ ഏകാഗ്രതയ്ക്ക് വേണ്ടി, ശ്രദ്ധ ഒരു ഭാഗത്ത് പിടിച്ചു നിർത്താൻ വേണ്ടി ദിക്ർ ചൊല്ലാവുന്നതാണ്, ഖുർആൻ ഓതാവുന്നതാണ്. മഹത്തുക്കളായ ഫുഖഹാ രേഖപ്പെടുത്തി, വയുന്ദബുൽ ഖിറാഅതു വദ്ദിക്റു സിറാ, പതുക്കെ ഖുർആൻ ഓതാം, പതുക്കെ ദിക്ർ ചൊല്ലാം. ഉച്ചത്തിലല്ലാത്ത രീതിയിൽ പതുക്കെ ദിക്ർ ചൊല്ലിപ്പോക, ഏകാഗ്രതയ്ക്ക് വേണ്ടി. ഇമാം ബുജൈരിമി അദ്ദേഹത്തിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ
ഷാഫിഈ ഫിഖ്ഹുകളുടെ കൂട്ടത്തിൽ പ്രസിദ്ധ ഫിഖ്ഹ് ഗ്രന്ഥമാണ് ബുജൈരിമി. ആ ബുജൈരിമിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, മയ്യിത്തിനെ അനുഗമിക്കുമ്പോൾ ആ സമയത്ത് ശബ്ദ കോലാഹലങ്ങൾ കറാഹത്താണ്. മയ്യിത്ത് കൊണ്ടുപോകുമ്പോ ശബ്ദ കോലാഹലങ്ങൾ കറാഹത്താണ്. വലൗ ബി ഖുർആനിൻ ഔ ബി ദിക്രിൻ ഔ ബി സ്വലാത്തിൻ, അത് ഖുർആൻ കൊണ്ടാണെങ്കിലും ദിക്ർ കൊണ്ടാണെങ്കിലും സ്വലാത്ത് കൊണ്ടാണെങ്കിലും ശബ്ദമുയർത്തൽ അത് കറാഹത്താണ്. അപ്പൊ ഉച്ചത്തിൽ പാടില്ല. ഇത് പറഞ്ഞ ബുജൈരിമി തുടർന്ന് പറയുന്നു, ഇതായിരുന്നു മുൻഗാമികളുടെ രീതി. സ്വഹാബികളുടെ കാലത്ത്, താബീഈങ്ങളുടെ കാലത്തെ രീതി ഇതായിരുന്നു. മിണ്ടാതെ ആഖിറത്തെ കുറിച്ച് ഓർത്ത് അള്ളാനെ ഓർത്ത് ഇങ്ങനെ പോകുന്ന രീതിയായിരുന്നു. കാരണം അവർക്ക് അങ്ങനെ മതി. കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ, അവരുടെ കൂട്ടത്തിൽ ദുഃഖിച്ച് സങ്കടപ്പെട്ട് ചില ആളുകൾ കരയുന്നു സ്വന്തം കാര്യമോർത്ത്. ആരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഞങ്ങൾ പ്രയാസപ്പെട്ടിരുന്നു എന്ന് സ്വഹാബികൾ പറഞ്ഞത് കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടല്ലോ. ജനാസ അനുഗമിക്കുന്ന അത് അധികരിച്ച കാരണത്താൽ, മയ്യിത്ത് സംസ്കരണ വേളകളിൽ പങ്കെടുത്ത കാരണത്താൽ മുടിയൊക്കെ നരച്ചുപോയി. എല്ലാവരും ആ സമയത്ത് ദുഃഖപൂർണമായ അവസ്ഥയിൽ ആഖിറത്തെ കുറിച്ച് ആലോചിച്ച് അള്ളാനെ ആലോചിച്ച് പോകുന്ന രീതിയായിരുന്നു അന്ന്. അവർക്കത് മതി, മിണ്ടാതെ പോയാ മതി. ഇമാം ബുജൈരിമി തുടർന്ന് പറയുന്നു, ഫൽ ആന, എന്നാൽ ഇക്കാലത്ത്, വർത്തമാനകാലത്ത്, അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് എഴുതി വെച്ചത്. ഇക്കാലത്ത് ലാ ബഅ്സ ബിദാലിക, കുറച്ച് ഉച്ചത്തിൽ ദിക്ർ ചൊല്ലുന്നതിലും വിരോധമില്ല. അങ്ങനെ ഉച്ചത്തിൽ ഒരാൾ ചൊല്ലിക്കൊടുക്കാതെ എല്ലാവരും മിണ്ടാതെ പോവുകയാണെങ്കിൽ അക്കൂട്ടത്തിൽ സംസാരങ്ങളും ചിരിയും തമാശയൊക്കെ ഉണ്ടാകാനിടയുണ്ട്. നമ്മുടെ നാട്ടിൽ രണ്ടും കാണുന്നുണ്ടല്ലോ, പല ആളുകളുണ്ട്, ഇവിടെ പല വിഭാഗമുണ്ട്. മരിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലാതെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, ചൊല്ലിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. നിങ്ങൾ രണ്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു അടക്കവും ഒതുക്കവും അച്ചടക്കവും കിട്ടണമെങ്കിൽ ഒരാൾ ഉച്ചത്തിൽ, അത്യാവശ്യം ഉച്ചത്തിൽ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ പതുക്കെ ഏറ്റു ചൊല്ലുന്ന ഈ ഒരു സിസ്റ്റം വളരെയധികം ഒതുക്കവും അച്ചടക്കവും ഒരു മര്യാദയും ഉണ്ടാക്കി തീർക്കുമെന്നല്ലാതെ അതിൽ ദൂഷ്യമില്ല. അൽ ആന, ഇക്കാലത്ത് ലാ ബഅ്സ ബിദാലിക, ഉച്ചത്തിൽ ദിക്ർ ചൊല്ലുന്നതിൽ വിരോധമില്ല. ലിഅന്നഹു ശിആറുൽ ലിൽ മയ്യിത്തി, അത് മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു സംസ്കാരമായി, ചിഹ്നമായി മുസ്ലിം ലോകത്ത് മാറി. അതുകൊണ്ട് അതിന് വിരോധമില്ല. ലിഅന്ന തർക്കഹു മുസ്രിൻ ബി, അത് ഉപേക്ഷിച്ചാൽ മയ്യിത്തിനെ അവഹേളിക്കലുണ്ടായിത്തീരും. എങ്ങനെ അവഹേളിക്കൽ? ഒരു സാധനം ചുമന്ന് അങ്ങനെ പോകുന്നു, കുറെ ആളുകളിന് ഒന്നുമില്ലെങ്കിൽ എപ്പോഴാ നീ വന്നത്, ഞാൻ കാലത്ത് എത്തിയിട്ട് വെയിറ്റ് ചെയ്യണ മയ്യത്ത് എടുക്കുന്നത് വരെ ഇവിടെ നിന്ന്, നീ എപ്പോഴേ എത്തി, നീ എപ്പോഴാ നീ പിരിഞ്ഞു പോവാ, വണ്ടി ഉണ്ടോ കയ്യില്, ഇങ്ങനെ നല്ല സംസാരം. ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവരെ ഏറ്റു ചൊല്ലിയാൽ ലാ ബഅ്സ ബിദാലിക, അതുകൊണ്ട് ഒരു വിരോധവുമില്ല. സലഫു സ്വാലിഹീങ്ങളിൽ നമുക്കതിന് ഇഖ്തിദാ ഇല്ലെങ്കിലും, അവരത് ചെയ്തിട്ടില്ലെങ്കിലും, നമ്മുടെ ഈ മലീമസമായ ചുറ്റുപാടിൽ ഇക്കാലത്ത് ഈ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതിൽ ഖുർആനിനോ സുന്നത്തിനോ എതിരില്ല. അപ്പൊ ഹദീസിലുണ്ടല്ലോ, ലാ യുത്ബഉൽ ജനാസത്തു ബിസൗത്തിൻ വലാ നാരിൻ, ജനാസ കൊണ്ടുപോകുമ്പോൾ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അഗ്നി പിടിച്ചു പോകാൻ പാടില്ല, തീ കൊണ്ട് അനുഗമിക്കാൻ പാടില്ല, ഹദീസിലുണ്ട്. അത് ജാഹിലിയ കാലത്ത് ഒരു തീപന്തം മുന്നിൽ പിടിച്ചിട്ട് പകലാണെങ്കിലും, അതുപോലെ തന്നെ അനാവശ്യ ശബ്ദകോലാഹലങ്ങൾ, പാട്ടും കൂത്തും ചെണ്ടമുട്ടും ഇന്നും തമിഴ്നാട്ടിലൊക്കെ കാണാലോ. നമ്മുടെ നാട്ടിൽ തന്നെ മറ്റു ചില മതക്കാരായ ആളുകൾ പാട്ടൊക്കെ പാടിയിട്ട് പോകുന്ന ഈ രീതി ജാഹിലിയ സംസ്കാരമാണ്. എന്നാൽ ദിക്ർ ഏകാഗ്രതയ്ക്ക് വേണ്ടി ഉച്ചത്തിലാക്കി ഒരു അടക്കവും ഒതുക്കവും കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അതിൽ വിരോധമൊന്നുമില്ല. ആ രീതി നല്ല കീഴ്വഴക്കമാണ്. ലിഅന്നഹു ശിആറുൽ ലിൽ മയ്യിത്തി, മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ഉള്ള ഒരു രീതിയാണ്, ഒരു ചിഹ്നമാണ്, മുസ്ലിം സമുദായത്തിന്റെ ഒരു ഐക്കണാണ് ആ മേഖലയിലുള്ള എന്ന് ഇമാം ബുജൈരിമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ധാരാളം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പിടിവാശിയൊന്നും വേണ്ട. ഇനി നമുക്ക് മിണ്ടാതെ ഒന്നും ദിക്റും ചൊല്ലാതെ ഖുർആനും ഉച്ചത്തിലൊന്നും ഓതാതെ ആഖിറത്തെക്കുറിച്ച് ആലോചിച്ച്, മരണത്തെക്കുറിച്ച് ആലോചിച്ച്, അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് മിണ്ടാതെ പോകാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഒരു തർക്കമില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ അതൊന്നും പറ്റൂല, ഇവിടെ എന്തായാലും ദിക്ർ വേണമെന്നുള്ള ആ ഒരു പിടിവാശി വേണ്ട.
ഈ സിസ്റ്റം ഇവിടെ ഫുഖഹാ നമുക്ക് കാണിച്ചു തന്നത് എന്തിനാണ്? ഇതിനൊരു ഒതുക്കവും മര്യാദയും നല്ല ഒരു രീതിയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂടെ പോകുന്ന ആളുകൾ അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടരുത്. അവർ ആഖിറത്തെക്കുറിച്ച് ഓർത്ത്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് മുന്നേറുക. ഈ ഓർമ്മയിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധ ഏകീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, രണ്ടാമത് പറഞ്ഞ സിസ്റ്റം ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഈ രീതി ആകാവുന്നതാണ്. അത് നല്ലൊരു കീഴ്വഴക്കമാണെന്ന് ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മയ്യിത്ത് നമസ്കാരമാണ്. ഇത് ചുമന്നും കൊണ്ട് പള്ളിയിലെത്തി അല്ലെങ്കിൽ മുസല്ലയിലെത്തി എവിടെ വെച്ചാണോ നമസ്കരിക്കുന്നത് എങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമസ്കാരത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട, അറിയേണ്ട ചില കാര്യങ്ങൾ. പരമാവധി ആളുകളെ മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി പങ്കെടുപ്പിക്കുക, അതിനു വേണ്ടി പരസ്യപ്പെടുത്തുക. ഇവിടെയൊക്കെ പള്ളികളിൽ വിളിച്ചു പറയുന്ന രീതിയാണുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ. ഇവിടൊക്കെ വടക്ക് ഭാഗങ്ങളിലൊക്കെ അനൗൺസ്മെന്റ് വാഹനം മരിച്ച ആ നാടിന്റെ പരിസരങ്ങളിലൂടെയൊക്കെ ഒരു വാഹനത്തിൽ വിളിച്ചു പറഞ്ഞു പോകുന്ന രീതിയുണ്ട്. ഓരോ നാട്ടിലും പരസ്യപ്പെടുത്താൻ ഓരോ രീതികൾ. എങ്ങനെയായാലും വിരോധമില്ല. മയ്യിത്ത് നമസ്കാരത്തിന് പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയാണത്. അത് വളരെ വസ്തുനിഷ്ഠമായി കൃത്യമായ സമയം പറയാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, ളുഹറിന് മുമ്പ് അസറിന് ശേഷം എന്ന് നിഗൂഢമാക്കി അവ്യക്തമായ ഒരു അറിയിപ്പ് അത് വേണ്ട. 10 മണി അല്ലെങ്കിൽ 11 മണി 3 മണി എന്നിങ്ങനെ വ്യക്തമായി പറയാം. ളുഹറിന് മുമ്പ് എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കരിച്ച് ളുഹർ വരെയുള്ള ഏത് ടൈമും ആകാം. അത് വ്യക്തമല്ല, മുബ്ഹമാണ്. വ്യക്തമായി തന്നെ ആ ടൈം പരസ്യപ്പെടുത്തുക, പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക. ധാരാളം വിശ്വാസികൾ ഒരു ജനാസയുടെ മേലിൽ നമസ്കരിച്ചാൽ ആ ജനാസക്ക് പല നേട്ടങ്ങളും ഗുണങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. عن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അയ്യുമാ മാമിൻ മുസ്ലിമിൻ യമൂതു, ഏതൊരു മുസൽമാൻ മരണപ്പെട്ടാലും ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലാ, ആ മുസ്ലിമിന്റെ മേലിൽ 40 ആളുകൾ നമസ്കരിച്ചാൽ, എങ്ങനത്തെ ആളുകൾ? വെറും ആളുകളല്ല. ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, നല്ല വിശ്വാസികൾ 40 പേർ. ശിർക്ക് ചെയ്യാത്ത കറകളഞ്ഞ വിശ്വാസികൾ 40 പേർ ഒരു മുസ്ലിം മരിച്ചപ്പോൾ ആ മുസ്ലിമിന്റെ ജനാസയുടെ മേലിൽ നമസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീഹി, അവരുടെ ശുപാർശ, മരിച്ച ആളുടെ കാര്യത്തിൽ അവർ ചെയ്യുന്ന റെക്കമെൻഡ് അള്ളാഹു സ്വീകരിക്കും. നബിമാർക്ക് ശഫാഅത്തിന് അള്ളാഹു അധികാരം കൊടുക്കും, മുഅ്മിനീങ്ങൾക്ക് അധികാരം കൊടുക്കും. ഒരു ശഫാഅത്തും അള്ളാഹിന്റെ അടുത്ത് ഇല്ല എന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാഹിന്റെ അനുവാദമില്ലാതെ, അള്ളാഹുവിന്റെ ഓർഡർ ഇല്ലാതെ, ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ ആർക്കും ശഫാഅത്തിന് അധികാരം ഉണ്ടാവില്ല. സമ്മതം പലർക്കും കൊടുക്കും. അതിൽ പെട്ടതാണ് സത്യവിശ്വാസികളായ ആളുകൾ ജനാസ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, മയ്യിത്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ മയ്യിത്തിന് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുകയാണ്. ആ ശുപാർശ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇമാം മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ, അത് എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, മുസ്ലിമിന്റെ റിവായത്ത് നോക്കൂ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമിൻ മയ്യിത്തിൻ, ഏതൊരാൾ മരിച്ചാലും ആ സമയത്ത് മരിച്ച വ്യക്തിയുടെ മേലിൽ ഫയഖൂമു ഫതുസല്ലി അലൈഹി ഉമ്മത്തും മിനൽ മുസ്ലിമീൻ, ഒരാൾ മരിച്ചു, ആ മരിച്ച ആളുടെ മേലിൽ മുസ്ലിമീങ്ങളുടെ ഒരു സംഘം നമസ്കരിക്കാൻ വേണ്ടി നിന്നു. തുസല്ലി അലൈഹി ഉമ്മത്തും മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅ, 100ഓളം വരുന്ന ആളുകൾ, 100ഓളം വരുന്ന വിശ്വാസികളായ ആളുകൾ, മുസ്ലിമീങ്ങൾ മരിച്ച ആളുടെ മേലിൽ മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി നിന്ന് നമസ്കരിച്ചാൽ കുല്ലുഹും യശ്ഫഊന ലഹു, റവാഹു മുസ്ലിം, അവരെല്ലാവരും ചെയ്യുന്ന ശുപാർശ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അവരെന്ത് ശുപാർശ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലേ? അള്ളാഹുവേ പുറത്തു കൊടുക്ക്, അനുഗ്രഹിക്ക്, മാപ്പ് കൊടുക്ക്, പാപമുക്തനാക്ക്, സ്വർഗീയ അനുഭൂതി നൽക്, ഖബർ വിശാലമാക്ക് എന്നൊക്കെയുള്ള ഈ പ്രാർത്ഥനകൾ, ശുപാർശകൾ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. പരമാവധി ആളുകളെ കൂട്ടുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മേലിലുള്ള മയ്യിത്ത് നമസ്കാരം വിശ്വാസികളുടെ ബാധ്യതയാണ്, ഫർദ് കിഫായയാണ്. ആ മരിച്ച മനുഷ്യൻ എത്ര മോശക്കാരനാണെങ്കിലും തെമ്മാടിയാണെങ്കിലും, ഇവിടെ ചില ആളുകളുണ്ട്, ആരാ മരിച്ചത് അവനോ, ഫുൾ ടൈം വെള്ളം അടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ പലിശക്കാരൻ, ഞാൻ പോകൂല. അത് കിബിറിന്റെ ലക്ഷണമാണ്, അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. നിസ്സഹകരണമാകാം ജീവിതകാലത്ത്, അവൻ നന്നാകാൻ വേണ്ടി. അല്ലാതെ അവനെ പുച്ഛമായി കണ്ട് നിസ്സഹകരണം അഹങ്കാരമാണ്. ഏത് തെമ്മാടിയാണെങ്കിലും ഏത് മോശപ്പെട്ടവനാണെങ്കിലും മയ്യിത്ത് നമസ്കരിക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മഹത്യ ചെയ്ത ആളുടെ മേലിൽ നമസ്കരിച്ചില്ല. സ്വഹാബികളോട് നമസ്കരിക്കാൻ പറഞ്ഞു, അവരൊക്കെ നമസ്കരിച്ചു. പാടില്ലാത്ത കാര്യമാണെങ്കിൽ അവരോട് പറയൂലല്ലോ. എന്തേ പിന്നെ നബി തങ്ങൾ വിട്ടുനിന്നത്? അബൂദാവൂദിലൊക്കെ ഒരു അധ്യായം തന്നെ കാണാം, ബാബുൻ അൽ ഇമാമു ലാ യുസല്ലി അലാ മൻ ഖതല നഫ്സഹു. ആത്മഹത്യ ചെയ്ത ആളുടെ മേലിൽ ഇമാമ് നമസ്കരിക്കരുത്, ഉന്നതരായ ആളുകൾ നമസ്കരിക്കരുത്. അത് അത്രയും കടുത്ത അപരാധമാണ്, തിന്മയാണ്. നല്ല ആളുകൾ ജനാസ പോലും നിസ്കരിക്കൂല എന്ന് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി. എന്നാൽ സാധാരണ വിശ്വാസികൾ അവർ നമസ്കരിക്കണം. ആത്മഹത്യ ചെയ്ത ആളുടെ മേലിൽ മാത്രമാണ് നബി തങ്ങൾ നമസ്കരിക്കാതിരുന്നത്. അത് കുഫറിലേക്ക് ചെന്നെത്താൻ സാധ്യതയുള്ള കബീറത്താണ്. പിന്നെ സമനില തെറ്റി ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അഫ്വ് ചെയ്തു കൊടുത്തേക്കാം. അല്ലെങ്കിലും ആ സമയത്ത് മനസ്സിന്റെ സമനില തെറ്റുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഭൂരിഭാഗവും ചെയ്യുന്നത്. ഞാൻ ന്യായീകരിക്കുകയല്ല. വലിയ തെറ്റാണ്, അപരാധമാണ്, കുറ്റമാണ്, കുഫറിൽ തന്നെ ചെന്നെത്താവുന്ന തെറ്റാണത്, തിന്മയാണത്. സഹാബികളോട് നമസ്കരിക്കാൻ പറഞ്ഞു, പുണ്യനബി നമസ്കരിച്ചില്ല. തെമ്മാടികളാണെങ്കിൽ, മോശപ്പെട്ട ആളുകളാണെങ്കിൽ, വിശ്വാസത്തിൽ ഫിസ്ഖ് വന്ന മുബ്തദിഅകളാണെങ്കിൽ പോലും സാധാരണക്കാരായ വിശ്വാസികളെല്ലാവരും മയ്യിത്ത് നമസ്കരിക്കണം. അള്ളാഹു ആരെയാണ് നന്നാക്കുന്നതെന്നറിയില്ല. അള്ളാഹു എങ്ങനെ ഈ തെമ്മാടിനെ കാണുന്നത് നമുക്കറിയില്ലല്ലോ. സുഇല അബൂ ഉമാമത്തൽ ബാഹിലി, ജ്ഞാനിയായ ആരിഫായ അബൂ ഉമാമയോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഉസ്താദേ, അർറജുലു യശ്റബുൽ ഖംറ അയുസല്ലാ അലൈഹി. ഒരാള് ഫുൾ ടൈം വെള്ളത്തിലാണ്, അയാൾ ജീവൻ പോയാലും നിസ്കരിക്കണോ? അത് വേണോ? കാരണം ഇവൻ കള്ളു കുടിക്കുന്ന നേരത്ത് അവന് മുഅ്മിനല്ല, അവന് ഈമാനില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അത്ര വലിയ തെറ്റാണല്ലോ. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ കള്ളു കുടിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയുസല്ലാ അലൈഹി, ആ മനുഷ്യന്റെ മേലിൽ മയ്യിത്ത് നമസ്കരിക്കേണ്ടതുണ്ടോ? നല്ല ആളുകൾ മയ്യിത്ത് നമസ്കരിക്കണോ? ഫഖാല നഅം, അതേ, നമസ്കരിക്കണം. കള്ളുകുടിയനാണെങ്കിലും തെമ്മാടിയാണെങ്കിലും നമസ്കരിക്കണം. എന്തുകൊണ്ട്? എപ്പോഴെങ്കിലും ഈ കള്ളുകുടിയൻ അല്ലെങ്കിൽ ഈ തെമ്മാടി അവന്റെ വിരിപ്പിലേക്ക് മയങ്ങാൻ വേണ്ടി ചാഞ്ഞപ്പോൾ ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കള്ളു കുടിക്കുന്ന ആളായിക്കോട്ടെ, ഈ ലഹരിയൊക്കെ വിട്ട സമയത്ത് പായയിലേക്ക് ബെഡിലേക്ക് മയങ്ങാൻ വേണ്ടി കിടന്നപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്റെ കയ്യിലിരിപ്പൊക്കെ മോശമുള്ള പഠിച്ചോനെ എന്ന് എപ്പോഴെങ്കിലും മറത്തൻ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ട് അള്ളാഹു അതെങ്ങാനും സ്വീകരിച്ചാൽ ആ മനുഷ്യൻ സ്വർഗത്തിലായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അവനെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആക്കണ്ട. ഇന്നിപ്പോ കുറെ ഗ്രൂപ്പുകളും ആളുകളും സംഘടനകളും ആ പണി ഏറ്റെടുത്തിട്ടുണ്ട്. കുറെ ആളുകളെ നരകത്തിലേക്കും കുറെ ആളുകളെ സ്വർഗത്തിലേക്കൊക്കെ ആക്കാൻ. നമ്മളത് ചെയ്യേണ്ട. പരസ്യ തെമ്മാടിയാണെങ്കിൽ തന്നെ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ, സാധ്യതയുണ്ട്, എല്ലാം പൊറുക്കാൻ സാധ്യതയുണ്ട്. രസകരമായ ഒരു കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തത് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ കാണാം. എന്താ കഥ? ഇസ്രായേലിലെ ഒരു മനുഷ്യന്റെ കഥ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്റഫ റജുലുൻ അലാ നഫ്സിഹി. സ്വഹാബികളെ കേട്ടോ, മുൻഗാമികളിൽ മുമ്പ് കഴിഞ്ഞുപോയ ജനങ്ങളിൽ ഒരാളുണ്ടായിരുന്നു, അസ്റഫ അലാ നഫ്സിഹി, സ്വന്തത്തോടെ അയാൾ അക്രമം പ്രവർത്തിച്ചു, എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്തു, തോന്നിയാസങ്ങൾ മാത്രമാണ് ചെയ്തത്, ഒരു നന്മ ആ മനുഷ്യൻ ചെയ്തില്ല. ധാരാളം സമ്പാദ്യവും സന്താനങ്ങളും അയാൾക്കുണ്ടായിരുന്നു, ഇഷ്ടംപോലെ സ്വത്തുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. എന്നിട്ടും ഈ മനുഷ്യൻ ദൂർത്തടിച്ച് തോന്നിയതുപോലെ ജീവിച്ചു. എന്നിട്ടോ ഫലമ്മാ ഹളറഹുൽ മൗതു,
മരണാസന്നനായ സമയത്ത് ഈ തെമ്മാടിയായ മുൻഗാമി മരിക്കാൻ സമയമായപ്പോ ഔസാ ബനീഹി, മക്കളെ വിളിച്ചിട്ടൊരു വസിയത്ത് പറഞ്ഞു. നല്ല ഒരു പണിയും ചെയ്തിട്ടില്ല, തെമ്മാടിത്തരം മാത്രമേ ചെയ്തിട്ടുള്ളൂ, തിന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മരിക്കാൻ സമയമായപ്പോ മക്കളെയൊക്കെ അടുത്തേക്ക് വിളിച്ചിട്ട് ഔസാ ബനീഹി, മക്കളോടൊരു വസിയത്ത്. എന്താ വസിയത്ത്? ഇദാ അനാ മിത്തു ഫഅഹ്രിഖൂനി വദറൂ മാ ബഖിയ മിന്നീ ഫിർരീഹി വൽ ബഹരി. കുട്ടികളെ, ഞാൻ മരിച്ചാല് നിങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം, നല്ല ആ വാപ്പ പറഞ്ഞു കൊടുക്കുന്നത് അതല്ല. എന്താ പറയുന്നത്? ഇദാ അന മിത്തു, ഞാൻ മരിച്ചാല് ഫഅഹ്രിഖൂനി, നിങ്ങൾ എന്നെ കരിക്കണം, നന്നായിട്ട് നിങ്ങൾ എന്നെ കരിച്ചിട്ട്, തീ കത്തിച്ചിട്ട് എന്നെ കരിച്ച് ഭസ്മമാക്കണം. എന്നിട്ട് വദറൂ മാ ബഖിയ മിന്നീ ഫിർരീഹി വൽ ബഹരി, ബുഖാരിയിലും മുസ്ലിമിലൊക്കെ കാണാം. എന്നിട്ട് എന്റെ അവശിഷ്ടം ഉണ്ടാവുമല്ലോ, ആ ചാരം, എല്ലും പൊടികളുമൊക്കെ നിങ്ങൾ കാറ്റത്തും സമുദ്രത്തിലും അങ്ങനെ പരത്തി വിടണം. കുറെ കാറ്റത്ത് വിതരണം, കുറെ സമുദ്രത്തിൽ ഒഴുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആ വാപ്പ മക്കളോട് വസിയത്താക്കിയപ്പോ പാലു, മക്കൾ ഉപ്പാനോട് ചോദിച്ചു, എന്തിനാ ഉപ്പ ഇത് ചെയ്യുന്നത്, എന്താ ഇങ്ങനെ ചെയ്യണം എന്ന് അങ്ങ് പറയാൻ കാരണം എന്താ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ ഉപ്പാന്റെ മറുപടി, ലഇൻ ഖദറ അലയ്യ റബ്ബി ലയുഅദ്ദിബുനി അദാബൻ മാ അദബഹു ബിഹി അഹദാ. ഞാൻ മരിച്ചാല് ഈ കോലത്തിൽ എന്നെ നിങ്ങൾ കുഴിയിൽ കൊണ്ടുപോയിട്ടാല് പടച്ച റബ്ബിന് എന്നെ പിടിക്കാൻ കിട്ടിയാല് എന്താ ചെയ്യാറിയോ? ലയുഅദ്ദിബുനി അദാബൻ മാ അദബ ബിഹി അഹദാ, ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത ശിക്ഷ പടച്ചവൻ എനിക്ക് തരും. കാരണം എന്റെ കയ്യിലിരിപ്പ് അതായിരുന്നു. ലോകത്തൊരു തെമ്മാടിക്കും കൊടുക്കാത്ത ശിക്ഷയായിരിക്കും ഞാൻ അനുഭവിക്കേണ്ടി വരിക, എനിക്ക് അതേയിരിക്കും പടച്ചവൻ തരിക. അതുകൊണ്ട് പടച്ചവനെ കിട്ടണ്ട, പടച്ചവനെ എന്നെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പണി ചെയ്തോളൂ, എന്നെ കരിച്ചിട്ട് ഭസ്മാക്കിയിട്ടാണ്ട് പരത്തിക്കോളൂ, പറത്തിക്കോളൂ, സമുദ്രത്തിൽ കലർത്തിക്കോളൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഉപ്പാന്റെ വസിയത്ത് മക്കൾ നടപ്പിലാക്കി. ആ തെമ്മാടിയായ മനുഷ്യൻ മരണപ്പെട്ടു. അവർ അദ്ദേഹത്തെ കരിച്ചു ഭസ്മമാക്കി. ഭസ്മം കാറ്റത്തും കടലിലും അവർ ഒഴുക്കി, കലർത്തി, പറത്തി ഒക്കെ ചെയ്തു. അള്ളാഹു എന്താ ചെയ്യാം? ഈ മനുഷ്യൻ മരിച്ചിട്ട് ഈ അവസ്ഥയിലൊക്കെ മക്കള് ചെയ്തപ്പോ ഫഖാല അല്ലാഹു തആല പറഞ്ഞു, ലിൽ അർളി, ഭൂമിയോട് പറഞ്ഞു. ഒന്നിക പറയും അല്ലെങ്കിൽ പറഞ്ഞു. ഇപ്പൊ ജംഅ് നടന്നിട്ടില്ലല്ലോ, മരിച്ചെല്ലാരും പോയിട്ടുള്ളൂ. അള്ളാഹു പറഞ്ഞു എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും പറയും. ശേഷം സംഭവിക്കാനുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അള്ളാഹു ഭൂമിയോട് പറയുന്നു, അദ്ദീമാ അഖൽതി, അദ്ദീമാ അഖൽതി, ഭൂമിയെ നീ ആ മനുഷ്യനിൽ നിന്ന് പിടിച്ച് തിന്നതൊക്കെ കഴിച്ചതൊക്കെ അങ്ങോട്ട് തിരിച്ചതാ. അള്ളാഹുവിന് ഇത് മടക്കിക്കൊണ്ടുവരാൻ, ശൂന്യതയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് പടച്ചതാണല്ലോ അള്ളാഹു ഈ കാണുന്നതൊക്കെ. ഇല്ലായ്മയിൽ നിന്നും എല്ലാം തീർത്തവൻ അല്ലാഹ്. ഒരു പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്നാണ് അള്ളാഹ് ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് ഈ മനുഷ്യൻ മരിച്ചു പോയിട്ട് ഭൂമിയിൽ അദ്ദേഹം മണ്ണായി കലർന്നു. അദ്ദേഹത്തിന്റെ ഭസ്മം എവിടെയൊക്കെയോ പാറിപ്പറന്നു. ഈ സമയത്ത് അള്ളാഹു ഭൂമിയോട് പറഞ്ഞു, അദ്ദീമാ അഖൽതി, നീ പിടിച്ചതൊക്കെ, ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് നീ പിടിച്ചു കഴിച്ചതൊക്കെ തിരിച്ചുതാ. ഫഇദൻ ഹുവ ഖായിമുൻ, സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ എണീറ്റ് നിൽക്കുകയാണ്. അപ്പൊ അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കുക, ലിമ ഔസൈത മാ ഔസൈത, വെറുക്കൂസെ, നീ എന്ത് വസിയത്താ നിന്റെ മക്കളോട് നടത്തിയത്? എന്തിനാ നീ അങ്ങനെ ഒരു വസിയത്താക്കിയത്? അപ്പൊ ആ മനുഷ്യൻ അള്ളാഹിനോട് പറഞ്ഞ മറുപടി, ഖശിയതുക യാ റബ്ബി, ഖശിയതുക യാ റബ്ബി, പടച്ചവനെ നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിന്നോടുള്ള ഭയം കൊണ്ടാണ്, എന്റെ തിന്മകൾ ആലോചിച്ച് നിന്നോടുള്ള ഭയം കൊണ്ടാണ് ഞാൻ അങ്ങനെ വസിയത്താക്കിയത്. ഈ മറുപടി പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, നീ എന്നെ പേടിച്ചല്ലോ, അപ്പൊ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന വിശ്വാസമൊക്കെ നിനക്ക് ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഗഫർതു ലക വദ്ഖുലിൽ ജന്നത ബിഗൈരി ഹിസാബ്, നിന്റെ എല്ലാ പാപവും ഞാനിതാ പുറത്തു തന്നിരിക്കുന്നു, നിനക്ക് വിചാരണ പോലുമില്ല, നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം.
അതുകൊണ്ട് നാളെ ആരും മക്കളോട് കഴിക്കാൻ വസിയത്താക്കൊന്നും വേണ്ട. എപ്പോഴും ചക്കടുമ്പോൾ മുയൽ കിട്ടൂല. മാത്രല്ല ഇത് ഈ മനുഷ്യന്റെ കൽബിലെ അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടു. ആരെയാണ് അള്ളാഹു നന്നാക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ റഹ്മത്ത്, കരുണ അത്ര വിശാലമാണ്, ഒരുപാട് വ്യാപ്തിയുണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു തന്നിരിക്കും. അതുകൊണ്ട് ആരുടെ മേലിലും ഞാൻ മയ്യിത്ത് നിസ്കരിക്കൂല, ഞാൻ അവനേക്കാൾ നല്ലവനാണെന്ന അഹങ്കാരത്തോടെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന സ്വഭാവം നമുക്കിടയിലൊക്കെ ചിലരിൽ നിന്നൊക്കെ കാണുന്നുണ്ട്. അത് ഇസ്ലാമിന്റെ രീതിയല്ല. ഇമാമ് അല്ലെങ്കിൽ ഉന്നതർ അല്ലെങ്കിൽ വലിയ ആലിമീങ്ങൾ ആത്മഹത്യ ചെയ്ത അല്ലെങ്കിൽ കുഫറിലെത്താവുന്ന അപരാധം ചെയ്ത ആളുകൾ അവർക്ക് വേണ്ടിയൊക്കെ നമസ്കരിക്കാതിരിക്കാം. എന്തിനു വേണ്ടി? മറ്റുള്ളവർക്ക് പാഠമാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കുഫറിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള ബിദ്അത്ത്, പുതിയ വാദഗതികൾ ഉന്നയിച്ചാൽ അത്തരത്തിലുള്ള ആളുകളുടെ ജനാസയിലും ആലിമീങ്ങൾ മാറി നിൽക്കുക, ഇമാമുമാർ മാറി നിൽക്കുക, സമൂഹത്തിന് നേതൃത്വം നൽകുന്നവർ മാറി നിൽക്കുക. അത് വലിയ തെറ്റാണെന്ന് സമൂഹത്തിന് പഠിപ്പിക്കാൻ വേണ്ടി, അല്ലാതെ മരിച്ച മനുഷ്യനെ ഇകഴ്ത്താനോ പുച്ഛിക്കാനോ വേണ്ടിയല്ല പരിശുദ്ധ ദീൻ ഇത് പറഞ്ഞിട്ടുള്ളത്. പലരും ഈ ഭാഗം പ്രസംഗിച്ചിട്ട് സമൂഹത്തിനിടയിൽ ഫിത്നയും ഫസാദുണ്ടാക്കി മരിച്ചുപോയ ആളുകളെ കുറ്റം പറയുന്ന, വിമർശിക്കുന്ന രീതി വരെ കണ്ടുവരുന്നു. അത് ശരിയല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് പാഠം നൽകാൻ വേണ്ടി ചില മേഖലകളിൽ മാത്രമേ ഈ ഒരു ബഹിഷ്കരണം മാറി നിൽക്കുന്ന രീതിയുള്ളൂ. അത് തന്നെ ഇമാമിനെ കുറിച്ച് പറഞ്ഞിടത്താണുള്ളത്. സാധാരണക്കാരായ ആളുകൾ, സാധാരണ പണ്ഡിതന്മാരൊക്കെ എല്ലാം മുസ്ലിങ്ങളുടെ മയ്യിത്തിലും മേലിലും നമസ്കരിക്കുന്ന രീതിയാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതാണ് സ്വീകരിക്കേണ്ടത്. ഇനി മയ്യിത്ത് നമസ്കാരത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മയ്യിത്തിന്റെ കടങ്ങൾ വേണ്ടപ്പെട്ട ആരെങ്കിലും ഏറ്റെടുക്കണം. കേവലം ഒരു പ്രഖ്യാപനം ഇവിടെയൊക്കെ നടക്കാറുണ്ട്. ഒരാൾ വിളിച്ച് പറയും, പള്ളിക്കൽ ഉസ്താദ് മരിച്ചുപോയി ഇന്നാള്, അദ്ദേഹവുമായി സാമ്പത്തികമായി വല്ല ബാധ്യതകളും ആരെങ്കിലും അദ്ദേഹം നിങ്ങളിൽ നിന്നുണ്ടെങ്കിൽ ഇന്ന മകനുമായി ബന്ധപ്പെടണം എന്നൊക്കെ അനൗൺസ് ചെയ്യാറുണ്ട്. അത് ആ അനൗൺസുമ്പോൾ തീർന്നു. പിന്നെ ആരും ചോദിക്കലോ പറച്ചിലൊന്നുമില്ല. അങ്ങനെയല്ല ഇസ്ലാം പറഞ്ഞത്. കടം വീട്ടണം, കടം ഏറ്റെടുക്കണം. മരണത്തിനു മുമ്പ് വീട്ടാൻ പറ്റാത്ത, സാധിക്കാത്ത കടങ്ങൾ മരണാനന്തരം ഈ മയ്യിത്തിന്റെ വാരിസീകൾ ഏറ്റെടുക്കണം. കടമെന്ന് പറയുമ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട കടം മാത്രം പോരാ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടങ്ങളും തീർക്കണം. അതും വേണം. കടം തീരാത്ത ഒരു മയ്യിത്തിന്റെ മേലിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിട്ടില്ല. ചോദിക്കും, ജനാസ കൊണ്ടുവന്ന് വെച്ച കടണ്ടോ? നബി തങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കും. അത് വീട്ടാതെ നമസ്കരിക്കൂല. عن جابر بن عبد الله رضي الله عنه قال مات رجل منا. ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബി മരണപ്പെട്ടു. ഫഗസ്സൽനാഹു വകഫന്നാഹു. ഞങ്ങൾ ഉടനെ തന്നെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോ, കുളിപ്പിക്കലും കഫൻ ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോ, സുമ്മ ആദന്നാ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്സലാത്തി അലൈഹി. ആ സ്വഹാബി മരിച്ചപ്പോ കുളിപ്പിക്കലും കഫൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച് സമയമായപ്പോൾ ഞങ്ങൾ നബിയെ വിവരം അറിയിച്ചു, നബിയെ നിസ്കരിക്കാൻ ടൈം ആയിട്ടുണ്ട്. ഇത് കേട്ടപ്പോ പുന്നാര നബി തങ്ങൾ ജനാസ നമസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നു വന്നിട്ട് അവിടെന്ന് പറഞ്ഞു, ലഅല്ല അലാ സാഹിബികും ദൈനാ. നിങ്ങളുടെ ഈ മരിച്ചുപോയ ചങ്ങാതിക്ക് കടണ്ട് എന്ന് തോന്നുന്നു. എങ്ങനെ പറഞ്ഞത്? മിൻ ഇൽമിൽ ഗൈബി. അല്ലാഹു അറിയിച്ചു കൊടുത്തു, വഹയിലൂടെ അറിയിച്ചു കൊടുത്തു, പാഠമാകാൻ വേണ്ടി, ഈ ഉമ്മത്തിന് പഠിക്കാൻ വേണ്ടി. ഈ നിങ്ങളുടെ കൂട്ടുകാരന് കടമുണ്ടെന്ന് തോന്നുന്നു. കടണ്ടോ? ഫഖാലു. ആ മരിച്ച ആളുടെ സ്വന്തക്കാർ പറഞ്ഞു, ദീനാറാനി യാ റസൂലല്ലാഹ്. വെറും 2 ദീനാറ് കടണ്ട്. 2 ദീനാറ് കടണ്ട്. ഫതഖല്ലഫ. ഇത് കേൾക്കേണ്ട താമസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്തിരിഞ്ഞു നടന്നു. നിസ്കരിക്കാൻ വന്ന ഹബീബ് തിരിച്ചു നടക്കാൻ തുടങ്ങി. ഫഖാല സ്വല്ലു അലാ സാഹിബിക്കും. നിങ്ങൾ നിസ്കരിച്ചോളൂ, നിങ്ങളുടെ കൂട്ടുകാരന്റെ മേൽ നിങ്ങൾ നമസ്കരിച്ചോളൂ, ഞാനില്ല എന്നും പറഞ്ഞ് നമസ്കാരത്തിന് വന്ന ഹബീബ് തിരിച്ചു പോകുന്നത് കണ്ടപ്പോ പ്രമുഖ സ്വഹാബി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അങ്ങ് പോകരുത്. ആ 2 ദീനാർ കടം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അങ്ങ് പോകരുത്. ഈ മനുഷ്യന്റെ കട ഉണ്ടല്ലോ, 2 ദീനാറല്ലേ ഉള്ളൂ നബിയെ,
ഇക്കാരണത്താൽ അങ്ങ് ഈ സഹോദരന്റെ മേലിൽ നമസ്കരിക്കാതെ പോകരുത്. ഹുമാ അലയ്യ, ആ 2 ദീനാർ കടം ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഹുമാ അലൈക വഫീ മാലിക വൽ മയ്യിത്തു മിൻഹുമാ ബരീഉൻ, നീ അത് ഏറ്റെടുത്തിട്ടുണ്ടോ? ഇനി മുതൽ നിന്റെ സമ്പാദ്യത്തിൽ, നിന്റെ സമ്പത്ത് ആണോ ഇതിന്, നിന്റെ സമ്പത്തിൽ നിന്നാണോ ഇത് വീട്ടേണ്ടത്? വൽ മയ്യിത്തു മിൻഹുമാ ബരീഉൻ, മയ്യിത്തിനെ ഇതിൽ നിന്ന് നീ പൂർണ്ണമായി മോചിപ്പിച്ചോ, ഒഴിവാക്കിയോ? വെറും വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇത് ഏറ്റോ? ഫഖാല നഅം, നബി ഞാൻ ഏറ്റു. 2 ദീനാറല്ലേ അത് കൊടുക്കാൻ എനിക്ക് അല്ലാഹു സമ്പത്ത് തന്നിട്ടുണ്ട്, ഞാൻ ഏറ്റിട്ടുണ്ട്. ഫസല്ലാ അലൈഹി, ആ സ്വഹാബി അത് ഏറ്റപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ട് പിരിഞ്ഞു പോയിട്ട് പിന്നെ അതിനെപ്പറ്റി മിണ്ടാട്ടല്ല, അങ്ങനെയല്ല. ഫലമ്മാ ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ലഖിയ അബാ ഖതാദത മിനൽ ഗദീ, ഈ ജനാസ നമസ്കാരം കഴിഞ്ഞു, ആ സ്വഹാബിയെ മറവ് ചെയ്തു. പിറ്റേ ദിവസം ഈ കടം ഏറ്റ അബൂ ഖതാദയെ പള്ളിയുടെ പുറത്ത് വെച്ച് നബി തങ്ങൾ കണ്ടപ്പോ ചോദിച്ചു, മാ സ്വനഅത ദീനാറൈനി, ഇന്നലെ ഏറ്റുപോയ കടം ആ 2 ദീനാർ എന്ത് ചെയ്തു? ഇന്നിപ്പോ പള്ളിയിൽ അനൗൺസ് ഉണ്ടാവും, പിറ്റേന്ന് ചോദിച്ചാൽ തന്നെ അതൊക്കെ അവിടെ പറഞ്ഞു എന്നല്ല, 4 ആളെ മുന്നിൽ പറഞ്ഞു എന്നല്ലാതെ അങ്ങേര് എല്ലാവരിൽ നിന്നും മേടിച്ചു കൂട്ടിയ കടമൊക്കെ പാടപ്പോ ഉള്ള അദ്ദേഹം സമ്പാദിച്ചത് മുഴുവൻ വീട്ടിയാൽ തീരൂലെന്ന് മാത്രമല്ല, മക്കളായ ഞങ്ങൾ ഖിയാമം വരെ അധ്വാനിച്ച് വീട്ടിയാലും പാപ്പച്ചിന്റെ കടം തീരൂല. അതുകൊണ്ട് അപ്പൊ അവിടെ പറഞ്ഞു കുറച്ചൊക്കെ വീട്ടാന്നല്ലാതെ അല്ല. ഈ സ്വഹാബിയെ ഏറ്റുപോയ സ്വഹാബിയെ പിറ്റേന്ന് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ സ്വനഅത ദീനാറൈനി, ഇന്നലെ ഏറ്റുപോയ 2 ദീനാർ എന്ത് ചെയ്തു നീ? ഫഖാല ഖദ് ഖളൈതുഹുമാ യാ റസൂലല്ലാഹ്, ഉടനെ തന്നെ ജനാസ നമസ്കരിച്ച് വീട്ടിലെത്തിയ ഉടനെ തന്നെ ആ 2 ദീനാർ കടം ഞാൻ വീട്ടിയിട്ടുണ്ട് നബിയേ, ഞാൻ വീട്ടിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അൽ ആന ബറദ ജിൽദുഹു, ഇപ്പോഴാണ് ആ സഹോദരന്റെ തൊലി തണുത്തത്. സുബ്ഹാനല്ലാഹ്, നരകാഗ്നിയുടെ ചൂടിൽ നിന്ന് ശമനം കിട്ടിയത് അപ്പോഴാണ്. നീ എപ്പോഴാണോ ആ കടം വീട്ടിയത് എങ്കിൽ അപ്പോഴാണ് അൽ ആന ബറദ ജിൽദുഹു, ആ മനുഷ്യന് നരകത്തിന്റെ അഗ്നിയുടെ ചൂടിൽ നിന്ന് രക്ഷ കിട്ടിയത്, തൊലി തണുത്ത് കിട്ടിയത് നീ ആ കടം വീട്ടിയപ്പോഴാണ്. സഅദ് ഇബ്നു അത്വൽ റളിയല്ലാഹു അൻഹുവിന്റെ ഇക്ക മരിച്ചു. ഹദീസിൽ കാണാ, സഅദ് ഇബ്നു അത്വൽ എന്ന സ്വഹാബിയുടെ അന്ന അഖാഹു മാത, അദ്ദേഹത്തിന്റെ ഇക്കാക്ക മരിച്ചപ്പോ വഖദ് തറക 300 ദിർഹമിൻ, 300 ദിർഹമാണ് ബാക്കിയുള്ളത്. എത്ര ബാലൻസ് ഉള്ളത്? മരിച്ചുപോയ ആൾക്ക് വെറും 300 ദിർഹം. വതറക ഇയാല, ധാരാളം പിഞ്ചുമക്കളെയും ഇട്ടേച്ചാണ് ആ മനുഷ്യൻ മരിച്ചത്. എന്റെ ഇക്കാക്ക മരിച്ചപ്പോ ആകെ 300 ദിർഹമാണ് ഇക്കാക്കാന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. വതറക ഇയാല, ഇക്കാക്കാക്ക് ഒരുപാട് മക്കളുണ്ട്. ഫഅറത്തു, ഞാൻ എന്റെ മനസ്സിൽ തീരുമാനിച്ചു, അൻ ഉൻഫിഖഹ അലാ ഇയാലിഹി, ആ 300 ദിർഹം മുഴുവൻ എട്ടും പൊട്ടും തിരിയാത്ത മക്കളുടെ ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇക്കാക്കാക്ക് കുറച്ച് കടമൊക്കെയുണ്ട്, കടം ഇൻഷാ അല്ലാഹ് പിറകെ ഞാൻ വീട്ടും. ഈ 300 ദിർഹം ഉണ്ടല്ലോ, അത് ആ മക്കൾക്ക് ചെലവഴിക്കാം. അതിപ്പോ ഞാൻ കടം വീട്ടിയാൽ അവര് പട്ടിണിയാവും. അതുകൊണ്ട് അത് അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് ഇക്കാക്കാന്റെ കടം പതുക്കെ വീട്ടാന്ന് ഞാൻ തീരുമാനിച്ചു. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, ഇന്ന അഹാക മഹ്ബൂസും ബിദൈനിഹി, സഅദേ, നിന്റെ ഇക്കാക്ക കടം കാരണത്താൽ ഖബറിൽ ബന്ധനത്തിലാണ്. അമലൊക്കെ ഉണ്ട്, നന്മയും തിന്മയൊക്കെ നോക്കുമ്പോൾ നന്മക്ക് മുൻതൂക്കൊക്കെ ഉണ്ട്, സംഗതിയൊക്കെ ശരിയാണ്. ഈ കടം കാരണത്താൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, ബന്ധനത്തിലാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പോയിട്ട് ആ കടം തീർക്കു സഅദേ, നിന്റെ ഇക്കാക്കയെ ആ ബന്ധനത്തിൽ നിന്ന് കിട്ടഴിച്ചു വിടൂ. ഇത് കേൾക്കേണ്ട താമസം. ഫദഹബ്തു ഫഖളൈതു അൻഹു, ഞാൻ കടം തീർത്തു. സുമ്മ ജിഇതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, കടം ഈ 300 ദിർഹം ഉണ്ടായിരുന്നത് മക്കളെ പട്ടിണി ഒന്നും നോക്കാതെ നബി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് കടക്കാരെയൊക്കെ അന്വേഷിച്ചിട്ട് എല്ലാ കടം ഉള്ള ആളുകൾക്ക് അത് കൊടുത്ത് വീട്ടി.
മടങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ് ഖദ് ഖളൈതു അൻഹു, എന്റെ ഇക്കാക്കയുടെ എല്ലാ കടവും ഞാൻ വീട്ടി. ഇല്ലാ ദീനാറൈനി ഇദ്ദഅത് ഇംറഅത്തുൻ ലൈസ ഫീഹാ ബയ്യിനത്തുൻ, 2 ദീനാർ വീട്ടിയിട്ടില്ല. അതെന്താ കാരണം എന്നറിയോ? ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നിന്റെ ഇക്ക എനിക്ക് 2 ദീനാർ തരാണ്ട്. വലൈസ ഫീഹാ ബയ്യിനത്തുൻ, അവളെ കയ്യിൽ അതിന് തെളിവൊന്നുമില്ല. കഫംപുടവ മാന്തിയിട്ട് വിൽപ്പന നടത്തുന്ന കള്ളന്മാരുള്ള കാല. അതുകൊണ്ട് ഈ കാലത്ത് അങ്ങനെ തെളിവില്ലാതെ എനിക്ക് ഈ മരിച്ച ആള് തരാണ്ട് എന്ന് പറഞ്ഞാലൊന്നും കൊടുക്കാൻ പറ്റൂല. ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു ആ കൂട്ടത്തില് 2 ദീനാർ നിന്റെ ഇക്കാക്ക തരാണ്ട്. ലൈസ ഫീഹാ ബയ്യിനത്തുൻ, അവൾക്ക് തെളിവ് പറയാനില്ല, തെളിവില്ല അവളുടെ കയ്യിൽ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ നബി പറഞ്ഞു, അഅ്തിഹിമാ, ആ 2 ദീനാർ കൂടെ കൊടുക്ക്. തെളിവൊന്നും നീ നോക്കണ്ട, കൊടുക്കാൻ നിന്റെ കയ്യിലില്ലേ? അപ്പൊ ഇന്നിപ്പോ നമ്മള് ഈ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ കടം വാങ്ങാറുണ്ട്, കടം കൊടുക്കാറുണ്ട്. നമ്മൾ ആരത് എഴുതി വെക്കല്? ഖുർആന്റെ നിയമം എഴുതി വെക്കണം എന്നാണ് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂ. സൂറത്തുൽ ബഖറയിലെ ഖുർആന്റെ ഏറ്റവും വലിയ ആയത്തിന്റെ തുടക്കത്തിൽ, ഖുർആന്റെ ഏറ്റവും വലിയ ആയത്ത് എവിടെയാണ്? സൂറത്തുൽ ബഖറയിൽ ഒരു പേജുണ്ട്, ഒരു ആയത്ത്. ആ ആയത്തിന്റെ തുടക്കത്തിൽ ഇതാണ്, വിശ്വാസികളെ, നിങ്ങളെ കടം വാങ്ങിയാൽ, അവധിക്ക് കടം വാങ്ങിയാൽ ഫക്തുബൂഹു, നിങ്ങളത് എഴുതി വെക്കണം കേട്ടോ. നിയമം അങ്ങനെയാണെങ്കിലും നമ്മൾ മനുഷ്യബന്ധം, ഈ ബന്ധത്തിനിടയിൽ ഒരു 500 രൂപ കടം തരും. കടം തരാം, അവിടെ ഒരു 10 രൂപന്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കുക, മുദ്രക്കടലാസ് വാങ്ങി എന്നിട്ട് എഴുതി വെക്കും. ഇങ്ങനെ പറഞ്ഞാൽ ആ ചങ്ങാതിക്ക് വിശ്വാസമില്ല, എന്തൊക്കെ മനുഷ്യനാങ്ങിയത് സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമല്ലോ. അതുകൊണ്ട് ഈ നിസാര സംഖ്യയൊക്കെ കടം വാങ്ങുമ്പോൾ നമ്മൾ ആരും ഇതിന് രേഖ ഉണ്ടാക്കാറില്ല, തെളിവുണ്ടാക്കാറില്ല. അതുകൊണ്ട് ഒരാൾ മരിച്ചു, മകനോട് വന്നിട്ട് പറഞ്ഞു, വാപ്പച്ചി എനിക്കൊരു 5000 തരാനുണ്ടായിരുന്നു, ഒരു രേഖയൊന്നും ഇല്ലാന്ന് പറഞ്ഞാല് സാധ്യത കൊടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ, വന്ന ആള് വലിയ പോഞ്ഞാട്ടൊന്നും അല്ലെങ്കിൽ സാധ്യത ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇതാണ് ഈ ഹദീസിൽ നിന്ന് പഠിക്കാനുള്ളത്. അതുകൊണ്ട് മാത്രമല്ല, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കടം, ഹജ്ജ്, നോമ്പ്, സക്കാത്ത്, ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് പറയാം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് നമസ്കരിക്കേണ്ടത്. ഈ നമസ്കാരവും അനുബന്ധ കർമ്മങ്ങളും മറവ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട വിഷയവും, അതിനുശേഷം ഖബർ ജീവിതം, മഹ്ശറ, അതുപോലെ തന്നെ സ്വർഗം, നരകം, ഇതൊക്കെ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായി ജീവിക്കാനും വിശ്വാസികളായി മരണപ്പെടാനും നമുക്ക് നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പെരുമ്പാവൂർ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസിയുടെ പ്രഭാഷണമാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ജെൻസ്വെയർ ഷോറൂമായ ന്യൂക്ലിയസ് പെരുമ്പാവൂർ. ബ്രാൻഡഡ് ഷർട്ട്, പാന്റ്സ്, ജീൻസ് തുടങ്ങി പുരുഷന്മാർക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളുടെയും ഒരു കംപ്ലീറ്റ് ഷോപ്പ്. ന്യൂക്ലിയസ് ജെൻസ്വെയർ, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, AM റോഡ്, പെരുമ്പാവൂർ.